ഇന്ന് എൻ്റെ എൻഗേജ്മെന്റ് ആണ്. ഒരു മാട്രിമോണി അതിൽ കണ്ടുപിട്ടിയ ഒരു ചെക്കനാണ്. ആളിപ്പെത്തും. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇത്തിരി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. അച്ഛനും അമ്മയൊക്കെ നല്ല ഇമോഷണലും ആണ്, എക്സൈറ്റഡും ആണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാം നന്നായിട്ട് വരട്ടേത് വിചാരിക്കുന്നു. മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹൈറ്റിന്റെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങോട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെന്നോട് ഇങ്ങോട്ടേക്ക് പറയുവാണ്, പെണ്ണ് കാണാൻ വന്നതിന് മുമ്പ് ഒന്ന് കഫേയിൽ വെച്ച് കണ്ടാലോ, ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഹൈറ്റൊക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചു. ഓക്കെ ആയിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനമ്മേനൊക്കെ കൂട്ടി കാണാൻ വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഓക്കെ. ഞാൻ മാത്രം ഒന്ന് യെസങ്ങ് മൂളിയാൽ മതിയായിരുന്നു. പിന്നെ എല്ലാം ചടപടേതായിരുന്നു. എനിക്ക് തോന്നുന്നു മീറ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് പിന്നെ ഞങ്ങൾ ലവേഴ്സിനെ പോലെയായിരുന്നു. ഞങ്ങളിങ്ങനെ ഈ ലവ് സ്റ്റോറിയിലൊക്കെ പോലെ വർഷങ്ങളായിട്ട് പ്രേമിച്ച് നടന്ന് മിണ്ടുന്ന പോലെയൊക്കെ ആയിരുന്നു. എനിക്കങ്ങനെ ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല ടോക്കറ്റീവാണ്. രണ്ടുപേർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അത് കാരണം എന്നും പറയാനായിട്ട് കുറേ കഥകളൊക്കെ ഉണ്ടാവും. ആള് ഭയങ്കര കെയറിങ് ആണ്, കുറച്ചുകൂടെ ഇമോഷണൽ ആണ്, എക്സൈറ്റഡ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, എൻഗേജ്മെന്റ് ആണ്, എക്സൈറ്റഡ് ആണോ? ഞാൻ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എക്സൈറ്റഡ് ആണോ? എവിടുന്ന് ചിലരൊക്കെ ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഫീലിംഗ് ഇല്ല. ഓക്കെ, ഒരു ഗുഡ് ഡേ, ഗുഡ് മെമ്മറി. അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവുന്നില്ല. അമ്മ മൊത്തത്തില് ഭയങ്കര ജോവിയലായിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പം നമ്മുടെ ഇടയിലാണെങ്കിൽ എപ്പോഴും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും. അവളുടെ കൂടെ ഇരുന്ന് നല്ല ഫണ്ണാണ്. ഞങ്ങൾക്ക് നല്ല ഫണ്ണാണ്. മൊത്തത്തിൽ എല്ലാത്തിനും കൂടെ ഒക്കെ ഉണ്ടാവും. നല്ലൊരു കുട്ടിയാണ്. ഹാപ്പി ദാറ്റ് ഷീ ഈസ് ഗെറ്റിംഗ് എൻഗേജ്ഡ്. ഭയങ്കര സന്തോഷം. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദ കപ്പിൾ.